വേണമല്ലോ. ഇന്നത്തെ പത്രം കണ്ട അകത്തെങ്ങാനും ഉണ്ടാവും. ആ മേശപ്പുറത്ത് എവിടെയായിരുന്നു നോക്കി അമ്മവ? കണ്ടോണ്ടങ്ങ് ചിരിക്കല്ലേ പെണ്ണേ, നീ ഇന്നു ചിരിക്കല്ലേടി. ക്ലീറ്റ് പുറത്തോട്ട് പോയി. അത് ശരി. അപ്പൊ ഈ പത്രം കൊടുന്ന് ഇട്ടിട്ട് അവൻ പുറത്തേക്ക് പോവാ? അതാ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഘനകരണ പത്രല്ലേ? അല്ലെങ്കിൽ പോലീസ് പിടിക്കോ? പോലീസ് പിടിക്കൊന്നല്ല, ഒരു ഉത്തരവാദിത്തമാണ്. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത വേണം. മനസ്സില്ല. എന്റെ ആങ്ങളുടെ പത്രം ഒന്ന് ഇവിടെ ഇരുന്ന് ഓർത്തപ്പോ എന്താ പറ്റുന്നത്? അമ്മാവന് വായിക്കാനാണെങ്കിൽ അങ്ങോട്ട് വന്ന് വായിച്ചാൽ മതി. എല്ലാ ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ എന്താ ചത്തു പോവോ? എടി അന്നത്തെ കാര്യം അറിയാൻ പത്രം വായിക്കണം. പിന്നെ വായിക്കാനാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പത്രം പറ്റിയാ പോരെ. ഞാനൊന്നും വായിക്കാറില്ലല്ലോ. ഓ എന്തുവാ സാരി നോക്കി. ഇത്രയും ചെറിയ ഫോണിന്റെ ഉള്ളിൽ ഇത്ര തോന്നെ സാരി. അമ്മാവൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ നോക്കണത്? ഇത് നല്ല പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. നാത്തൂനെ മറ്റേ കുഞ്ഞമ്മയുടെ വീടിന്റെ പരവാസ്തോലി അല്ലേ അടുത്ത ആഴ്ച? അപ്പൊ അതിന് പോവാനായിട്ട് ഞാൻ എന്തായാലും ഒരെണ്ണം ബുക്ക് ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതും കൂടി ബുക്ക് ചെയ്ത്. അതും പഴയത് ഏതെങ്കിലും എടുത്തോണ്ട് വന്നാൽ മതി. ഞാൻ എന്തായാലും പുതിയതെടുക്കും. അതിനാ ഞാൻ പഴയത് കൊടുക്കണം, നീ പുതിയത് കൊടുക്കണം? എന്തിനാ? നാത്തൂൻ അവിടെ നടിപ്പോ ആരും ശ്രദ്ധിക്കാനേ, എന്നെ എല്ലാരും നോക്കത്തില്ലേ? ശ്രദ്ധിക്കില്ലേ? പ്രമുഖന്റെ ഭാര്യ ഞാൻ, എന്നെ ശ്രദ്ധിക്കൂലേ ആരും? നിന്നെ ആരും ശ്രദ്ധിക്കാനാ? നീ ചുക്കിനും ചുണ്ണാമ്പിനൊക്കെ അവിടെ കിടക്കുന്ന ആള്, നിനക്ക് ഒരു വിലയില്ല അവിടെ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ കാണാത്ത എത്ര പേരുണ്ടെന്ന് അറിയാവോ? കല്യാണം കഴിഞ്ഞപ്പോ നീ ആവിയായി പോയോ? ഒരുമാതിരി അഹങ്കാര വർത്താനം പറയല്ലേ ചമന്തി. ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പതിവൊന്നുമില്ല. രണ്ടാളും ഒരേപോലത്തെ സാരി ഉടുക്കുക, കടയിൽ പോയിട്ട് ഓരോന്ന് മേടിക്കുക. പിന്നെ ഒരേപോലത്തെ ഉടുത്തു പോവാൻ ഞങ്ങൾ നേരിട്ടകളാ. എടി ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു ഒരുമുള്ളത് നാട്ടുകാരെ അറിഞ്ഞോട്ടെ. എന്റെ അമ്മാവ ഇപ്പൊ നമ്മള് കടയിൽ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വീട്ടിലിരുന്നോണ്ട് ഫോണിൽ കൂടെ ഓർഡർ ചെയ്യാം. എടി കടയിൽ പോയിട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ വല്ല ഡാമേജ് ഉണ്ടാവുകയെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി മേടിക്കാം. ഈ ഫോണിൽ കൂടെ ഓർഡർ ചെയ്ത് വരുത്തിച്ചാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇതിലും അങ്ങനെ തന്നെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കീറിയതൊക്കെ ആണെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാം. ഈ അമ്മാവ ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. എന്നാലും തട്ടിപ്പായിരിക്കും. ഇതിപ്പോ അവൻ സമ്മതിക്കണ്ടേ മോളെ? അവൻ സമ്മതിക്കൊന്നുമില്ല ഇത് മേടിക്കാൻ. ഒന്ന് ചോദിച്ചു നോക്കാലോ. നാത്തൂന് ഏതെങ്കിലും ഒരു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. നിനക്ക് ഇപ്പൊ ഈ സാരി അവനെ കൊണ്ട് മേടിപ്പിക്കേണ്ട കാര്യം? നാത്തൂനെ ഇത് കുശുമ്പാണ്. എന്റെ കുഞ്ഞമ്മയുടെ പരവാസ്തോലിക്ക് എങ്ങനെ പോണെന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ, ഞാൻ തീരുമാനിക്കും. എന്റെ അങ്ങനെ കാശ് കളയാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ സാധനം ഞാൻ കളഞ്ഞോളാം. ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ സെലക്ട്. അവ സമ്മതിക്കൂല മോളെ, ആഗ്രഹിക്കണതാ. എടി അവിടെ പോയിട്ട് ചോദിക്കാൻ നിൽക്കല്ലേ, അവൻ പോവാൻ നിൽക്കുകയാണ്. ഇനി വെറുതെ ദേഷ്യപ്പെടുപ്പിക്കാൻ ചോദിച്ചാലും ഒരു കാര്യമില്ല, അവൻ സമ്മതിക്കൂല. എന്റെ ആങ്ങളല്ലേ മോൻ, ഇപ്പൊ കണ്ടോ? പിന്നെ അല്ല, അവനെ നല്ല ആങ്കൊച്ച. പെണ്ണുങ്ങൾ കണ്ണലിച്ച് കാണിച്ചാലൊന്നും അവൻ വീഴില്ല. അവിടെ കുറെ പല്ലിളിക്കുമ്പോ അവനെല്ലാം സമ്മതിക്കുന്ന അവളുടെ വിചാരം. കാശ് എങ്ങനെ ചെലവാക്കണം എന്ന് അവനറിയേ. ഒന്നാമത് പെണ്ണുങ്ങൾ കുടുംബത്തിന്റെ ചെലവ് മനസ്സിലാക്കിയിട്ടും ഈ ജന്തുക്കള് നന്നാവൂല. അവരത് പെരുമാറുകയുമില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ആയിരിക്കണം. ഇതപ്പൊ 100 സൗകര്യങ്ങളല്ലേ. ഓൺലൈൻ കുത്തി കഴിഞ്ഞാൽ സാരി വരുന്നു. സാരി മാത്രല്ലടി, ഇപ്പൊ ഭക്ഷണം വരെ ഓർഡർ ചെയ്താൽ വീട്ടിലെ കൊണ്ടു കൊടുക്കാത്ത. അതന്നെ, അതപ്പോ മേലെ കണ്ടല്ലോ ഇനിയിപ്പോ. ഇനിയിപ്പോ അവളെ ഇനി അടുത്ത ചെയ്യും ഇനി അതിനാവും. ഈ മുറ്റത്താണ് ആവശ്യമില്ലാത്ത ഓരോ പരിപാടി. എനിക്കറിയാം അവന്റെ മരുവനെ. അവൻ ഇപ്പൊ കണ്ണിറുക്കി കാണിച്ചില്ല. മേടിച്ചോളാൻ പറഞ്ഞു. ഏട്ടൻ പറയോ കൊറേ നാളായില്ലേ ഒരു സാരി എടുത്തു വന്നിട്ട്, എന്തായാലും പെരവാസ്തോലിക്ക് പോകണ്ടല്ലേ, പുതിയത് ഇട്ട് തന്നെ പോയിക്കോന്ന് പറഞ്ഞു. നിനക്ക് മാത്രം മേടിക്കാന്ന് പറഞ്ഞല്ലേ? പിന്നെ ഏട്ടൻ എനിക്ക് മാത്രമല്ലേ? എന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നാത്തൂന് വേണമെങ്കിൽ ക്ലീറ്റോസേനോട് പറയുന്നേ. അതെന്താ എന്റെ ആങ്ങളെ മേടിച്ചാന്ന് എനിക്ക് കൊടുക്കാൻ പറ്റൂല? ആങ്ങളെല്ലാം എപ്പോഴും മേടിച്ചു തന്നത്. ഒരെണ്ണമെങ്കിലും ക്ലീറ്റോസേനോട് എടുത്തു തരാൻ പറ. ഇങ്ങോട്ട് വന്നേ, ഒന്ന് സെലക്ട് ചെയ്ത് തന്നെ. എനിക്ക് മനസ്സില്ല സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ തന്നെ സെലക്ട് ചെയ്തോ. കടമാവോ എന്തൊരു കുശുമ്പാ നോക്ക്. ഒരെണ്ണം എനിക്കും കൂടി മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലെ വളം ഊരി പോവോ? അതെന്തിനാ അവൻ മേടിച്ചേരുന്നേ? അവള് പറഞ്ഞാലും കാര്യമില്ലേ? നമുക്ക് കെട്ടുമല്ലേ, നീ അവനോട് പറയേ. കനകന അവളുടെയും കുട്ടിയുടെ കാര്യം നോക്കണ്ടേ? എന്നാലും അവനൊരു പെൺകൊന്തനാട്ടോ. പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് അതിൽ വീണിട്ട് ഭാര്യ. അതാ ഞാൻ പറഞ്ഞത്. അമ്മാവനൊരു കാര്യം ചെയ്യും, അമ്മാവന്റെ ഫോണൊന്നും എടുത്തിട്ട് വന്നേ. എന്തിനാ? അതിനകത്തുണ്ട് സാരി. അതിൽ ബുക്ക് ചെയ്യാനോ? നിന്റെ ഫോണിൽ ബുക്ക് ചെയ്തിട്ട് ഞാൻ കാശ് കൊടുക്കുക. നടന്ന തന്നെ അങ്ങനെയൊന്നും കാശ് അനാവശ്യമായിട്ട് ചെലവാക്കാനുള്ളതല്ല കേട്ടാ. അപ്പൊ ഞാൻ പുതിയ സാരി ഉടുക്കണ്ടേ? അവളൊക്കെ പുതിയത് ഉടുത്തോണ്ട് പോകുമ്പോ ഞാൻ ഈ പഴയ പന്നാക്ക് സാരി ഉടുത്തോണ്ട് പോണു. ആരും കാണാത്ത സാരി ഉടുത്താ പോരെ? ചേച്ചിയുടെ അടുത്ത് അലമാരയിലേ മറ്റേ പഴയ സാരി ഉണ്ടാവും, ആരും കാണാത്ത. അത് ഉടുത്തിട്ട് പോയാൽ കേട്ടാ.
പതുക്കെ അടിക്കടി പൊടി പാർന്നു. എന്ത് കാര്യത്തിന് ഇവിടെ ഇരിക്കണത്? ആട്ടി കൊള്ളു കേട്ടോ. ഈ ഓടി കളിച്ചിട്ട് അവിടെ ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ എഴുന്നേപ്പിച്ച് ഞാൻ 2 വീക്കും കൂടി തരും ഞാൻ. എന്തോന്ന് പണിയെടുക്കണത്? അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും പോ. ഒരു പണിയില്ലാതെ ഇങ്ങനെ വന്നിരിക്കുക. കാലം കൂടെ മാറ്റമാവാ. തങ്കം, ഒരു ചായ എടുത്താടി. ഒരു ചായ എടുക്കടി. വേണ്ട, ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തോളാം. പൊരിച്ചതുണ്ടേ, കരിമീൻ വറുത്തതുണ്ടേ. ആ വന്നോ? എവിടെയായിരുന്നു നിങ്ങൾ ഈ ഉച്ചവരെ? ഞാനും എവിടെയാണ് പോണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, അറിയില്ല. നിങ്ങളിങ്ങനെ നാട് തെണ്ടി നടക്കല്ലേ? ഞാനൊരു പൊതുപ്രവർത്തകനാണേ. അപ്പോൾ എനിക്ക് പൊതുജനങ്ങളുടെ പല ആവശ്യങ്ങളും ഉണ്ടേ. അങ്ങനെ ഞാൻ പോയിട്ട് വരുന്ന വഴിയാണ്. ഇത്ര ഉച്ചവരെ സമ്പാദിച്ചത് ഉച്ചവരെ സമ്പാദിച്ചത് എന്റെ കയ്യിലോട്ട് താ. ഞാനേ ജനങ്ങളിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ല. ഞാൻ അവർക്ക് സേവനം ചെയ്യാനാണ് പോയിട്ട് വന്നത് കേട്ടോ. ഇനിയിപ്പോ ചോർന്ന വന്നല്ലേ, അത് കഴിയുമ്പോ ഇനി ഓടുമല്ലോ സേവിക്കാൻ. അന്നേരം ഒന്നും കിട്ടാനൊന്നും പോണില്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെല്ലാം ഇങ്ങനെ കണ്ട് അതിനൊക്കെ പരിഹാരം പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത്. അവന്റെ മുമ്പിൽ നിന്ന് ഇറക്കണം, അല്ലെങ്കിൽ അവർക്ക് കനിവ് തോന്നണം. ഓ എന്റെ കർത്താവേ, ഇനിയുള്ള ചെറുക്കന്മാരെങ്കിലും പെണ്ണ് കെട്ടുമ്പോ ഇതുപോലെ ആംഗളമാരുള്ളടത്ത് നിന്ന് കെട്ടരുതേ. എന്നാലും നിങ്ങൾ നന്നാവൂല. എനിക്കിപ്പോ എന്തടി കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ, നാട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കണ മനുഷ്യൻ. ഞാൻ എന്തെങ്കിലും പരാതി പറയാറുണ്ടോ നിങ്ങളോട്? അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റാറുണ്ടോ? ഇത് നിനക്ക് തങ്കം, നീ ഇങ്ങനെ വളച്ചെട്ടാതെ കാര്യം എന്താ വെച്ചാൽ എന്നോട് പറ. കാര്യം അങ്ങ് പറഞ്ഞു ഇപ്പം കൂടെ ഉണ്ടാക്കി. ഞാൻ പറയാം. ഈ ജമന്തി അമ്മയുടെ കുഞ്ഞമ്മേരെ പാല് കാച്ചില്ലേ, അപ്പൊ അതിന് ഉടുക്കാൻ വേണ്ടി ജമന്തി അമ്മ ഓൺലൈനിൽ നിന്ന് ഒരു സാരി ബുക്ക് ചെയ്ത് അതിപ്പോ അമ്മയ്ക്കും വേണമെന്ന് രാവിലെ തൊട്ട് തുടങ്ങിയത് അതിനുള്ള വരക്ക്. ഓ അതാണ്. അതിപ്പം നിന്റെ നാത്തൂനല്ലേ, നാത്തൂന്റെ അടുത്ത് പറഞ്ഞ് നിനക്കൂടെ ഒരെണ്ണം അങ്ങോട്ട് ബുക്ക് ചെയ്തുകൂടായിരുന്നു. എന്റെ നാത്തൂനായിട്ട് കാര്യമുണ്ടോ? എന്റെ ഭർത്താവിന് കഴിവ് വേണം, നട്ടല് വേണം. അയ്യോ, നാത്തൂനും പിന്നെ ചക്കര അടയല്ലേ, പകുതിക്ക് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും എടുപ്പും കൊടുക്കുമല്ലേ. പിന്നെ എന്ത് പറ്റി ഇപ്പൊ സാരിയുടെ കാര്യം? എന്തായാലും എന്റെ കെട്ടിയാനുള്ള വിഷമമൊന്നും അവർക്കുണ്ടാവൂലല്ലോ. ഓ പിന്നെ നിനക്ക് ഞാൻ പറയുമ്പോ സാരി വാങ്ങിച്ചോണ്ട് തരാടി. അയ്യോ, അല്ലെങ്കിൽ അങ്ങ് മേടിച്ചങ്ങ് തന്നേക്കുമല്ലേ എനിക്ക് സാരി. ചോദിച്ചോട്ടെ, നിനക്കിപ്പോ ഉടുക്കാൻ ഈ അലമാരിക്കകത്ത് സാരിയല്ലേ അതെല്ലാം? അയ്യോ, ഒരിടത്ത് എടുത്ത സാരി നീ വേറെ എടുത്ത് ഉടുക്കൂലേ? നീ ഇന്നാള് ബാങ്കിൽ എടുത്തോണ്ടോ എന്ത് നല്ല സാരി, അതെടുത്ത് അങ്ങോട്ട് എടുത്തൂടെ? അത് ഞാൻ കത്തിച്ചു കളഞ്ഞു. നിനക്ക് കത്തിക്കാലോ, നീ കല്യാൺ സിൽക്സിന്റെ ചെറുമോളല്ലേ. നിങ്ങൾ ഒരു സാരി മേടിക്കാൻ കല്യാൺ സിൽക്സിലൊന്നും ജനിക്കണമെന്നൊന്നുമില്ല. അതിന് കെട്ടിയാനും അന്തസ്സുണ്ടായാ മതി. കെട്ടിയാണ് നിന്റെ കെട്ടിയാണ് ഇപ്പൊ ഇത്ര അന്തസ്സേ ഉള്ളൂ. അത് അറിഞ്ഞോണ്ട് അങ്ങനെ ജീവിച്ചാ മതി. ദൈവമേ, ഏത് നേരത്താണോ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏതോ ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നിയ ഒരു അബദ്ധം, അത്ര ഞാനും കണ്ടിട്ടുള്ളത്. എനിക്ക് സാരി വേണം, അത് മൊബൈലിൽ നിന്ന് തന്നെ വേണം. എന്നാ മൊബൈല് ഇതിൽ നിന്ന് നിനക്ക് സാരി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. എനിക്ക് മാജിക് അറിയില്ല. കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഓരോ അവളുമാരും അത് ഇതും കാണിച്ച് അതിനനുസരിച്ച് തുള്ളാൻ നിന്നോളണം. ബാക്കിയുള്ള സ്വസ്ഥത കെടുത്താനായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെയുണ്ടോ? കുറേയൊക്കെ ഒന്ന് അടങ്ങണം. ഇത് കണ്ടോറിനെ ഇവിടെ വളരെയാണ്. ഇവിടെ കടകളുണ്ടല്ലോ, എത്രയോ കടയുണ്ട്. അവിടെ കർത്താവേ മടുത്ത്. നീ എന്തിനാ പോന്നെ? ഊണ് കഴിക്കാൻ കഴിച്ചു. എന്നാ നീ നിന്റെ ജോലിയൊക്കെ പോ. കുറെ അവന്മാരും അവളുമാരും കാരണം ബാക്കിയുള്ള സ്വസ്ഥത പോയിക്കാൻ. കാര്യം എന്ന് പറയാൻ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അവിടെ കൊണ്ടാ ഭ്രാന്തുണ്ടടാ. അതേടാ, എനിക്ക് ഭ്രാന്താണ്. ഇത് ഭ്രാന്താലയാണല്ലോ, പിന്നെ എങ്ങനെ ഭ്രാന്ത് വരാതിരിക്കും? അതുകൊണ്ടല്ലേ കണ്ടന്റൊക്കെ വായിരിക്കണത് കേട്ട് ഈ അച്ചു വിട്ട് ഞാൻ കിടക്കണത്. നീ കാര്യം ഏട്ടനൊന്ന് പോയി കേട്ടോ, അതൊക്കെ അവരുടെ കുടുംബകാര്യല്ലേ. ഞാൻ ഈ ബഹളം കേട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഇത്ര ചൂടാവേണ്ട കാര്യം എന്താണ്? ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കിടുന്നതിന് നിന്റെ അനുവാദം വാങ്ങണോ ഞാൻ? അത് നീ ചൂടാവണമെന്നുണ്ടാ? നീ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചോട്ടെ ആവാമോ? എനിക്കത് അനുവാദം തരണേ. ഞാനൊരു കാര്യം പറയാം. നീ വെറുതെ കിടന്ന് ബളം ഉണ്ടാക്കിയുണ്ടല്ലോ, നിന്നെ ഞാനെടുത്ത് ചൂടുവെള്ളത്തിടും. എന്നിട്ട് പുഴുങ്ങ് എടുത്തിട്ട് നീ പുഴുങ്ങടാ, എന്നെ പുഴുങ്ങി തിന്ന്. എന്താ ഇവിടെ? എന്താ നിനക്ക് പ്രശ്നം? എന്താ? നീ അറിയേണ്ട കാര്യമാണെങ്കിൽ നിന്നോട് പറയും. കൂടുതൽ ആരും അന്വേഷിക്കാൻ വരണ്ട. അങ്ങനെ അതെ, ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും അനുവാദം വാങ്ങാൻ ഞാൻ കുറച്ച് വെറ്റിലെ അടക്കേ വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് തമ്പുരാന് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടണ്ട. ഓ വേണ്ട. ഇനി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ആര് വരണ്ടടാ അവിടെ? ഞാൻ വരൂല. എന്റെ പട്ടി മതിയായില്ല, വയറ് നിറഞ്ഞല്ല. എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടാൻ പോണത്? ഈ ഒച്ച കേട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു.
അതിന് ഇവരുടെ തോളി കുതിരേണ്ട കാര്യം എന്താണ്? ആ വിചാരം അവർക്കില്ലല്ലോ. അവർക്ക് വഴക്കിടാൻ എന്തെങ്കിലും കാരണം വേണം. നിസ്സാര കാര്യം മതി. ഏട്ടനൊന്ന് പോവാൻ ഓരോ ആവശ്യത്തിന് ഞാനല്ലേ സഹായിക്കുന്നത്. അപ്പൊ എനിക്ക് ഇടപെടണ്ട. സഹായിച്ച കാര്യങ്ങളൊന്നും പറയണ്ട എന്റെ പൊന്നു മോനെ. എന്താണ് നിന്നെ സഹായിക്കാറില്ലേ? നീ നിന്റെ സർക്കാർ ജോലിയും ഭാര്യനെയും കെട്ടിപ്പിടിച്ച് ജീവിച്ചോ. നമ്മളെയൊക്കെ വിട്ടേക്ക്. ഏട്ടാ പോയി കേട്ടാ. ഒരു വലിയ ജോലിക്കാരൻ അവരുടെ ഭാര്യയും ലോകത്ത് അവര് മാത്രമല്ലേ ഉള്ളൂ. നീ എന്നത് പറഞ്ഞോടി, നീ എന്നത് പറയണം. പറയും. മനുഷ്യരാരും കണ്ടിട്ടില്ലല്ലോ. നാത്തൂനെ എന്താ നാത്തൂനെ പ്രശ്നം എന്താ? എന്നെ നോക്കി പേടിപ്പിക്കണം എന്തിനാ? ഞാൻ എന്താണ് ചെയ്ത പോലെ? നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. അതെ നാളത്തെ മീറ്റിങ്ങിന് ബാക്കിയെല്ലാം ഓക്കെ. അതല്ലോ ശരി ശരി ശരി. ഓക്കെ 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 ഓക്കെ, ഞാൻ വിളിച്ചോളാം. എപ്പോഴും തീറ്റല്ലേ എടി നിനക്ക്? ഇതെന്താന്ന് പറയാമോ? ഒരു നാട അല്ല അല്ലേ? ബോണ്ട പോണ്ടല്ല അല്ല ബജി. പിന്നെന്താ? ഇത് നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ല. ഇതെന്റെ തങ്കത്തിന് ഏറ്റവും ഇഷ്ടമുള്ള. അതായിരുന്നു. നിന്റെ അമ്മയുടെ ദേഷ്യം മാറിയില്ലേ? എന്റെ അടുത്ത് ഉപദേശം. അത് എനിക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം വേണം. ചോറ് വേണമെങ്കിൽ എടുത്തു കൊടുക്കടി, അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഞാനാ എന്ന് അവളല്ലല്ലോ എടുത്തു തരണത്, നീയല്ലേ എടുത്തു തരണത്. എനിക്കിനിയിപ്പോ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്തോന്ന് തങ്കം ഇത്, കൊച്ചു പിള്ളേരെ പോലെ. നീ ഇപ്പോഴാ സാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടെ പോയി സിറ്റി കാണുന്ന എല്ലാ കടകളിൽ നിന്നും ഈ കുറേ സാരി അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് പാലായിൽ കൊണ്ടുവന്ന് കൊടുക്കും. മാറങ്ങോട്. എൻ്റെ ജമന്തി മാമി ഉണ്ടല്ലോ, എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ചുട്ടിക്കൂട്ടും. ഒരു കാര്യം ചെയ് മക്കളേ, എന്നാ ഈ മൊബൈൽ എടുത്ത് ഞാൻ അതിനകത്ത് നിങ്ങൾ നെറ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള സാരിയാ ബ്ലൗസാ ചുരിദാറാ എന്ത് വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ബാക്കിയുള്ള സമാധാനം കിട്ടും. ഓക്കേ വാ സെലക്ട് ഏതാണ്? ആളുണ്ടോ? ഒരു കൊറിയർ ഉണ്ടായിരുന്നേ, ജമന്തിയുടെ പേരില. വാ വാ വാ. വന്ന ഏട്ടാ അന്നൊരു സാരി ഓർഡർ ചെയ്തില്ലേ, അതാ. ഒരു സൈൻ ചെയ്യാൻ. 1000 അല്ലേ? 1000 സൈൻ ചെയ്ത് കൊടുക്കേ. പേഴ്സ് അവിടെ ഇരിപ്പുണ്ടോ? മേശപ്പുറത്തുണ്ട്. ആ എന്റെ പേര് മതിയാവും. ഇതേ അഡ്രസ് തന്നെ ഈ ക്ലീറ്റസ് മത്തായിയുടെ വീട്. ക്ലീറ്റസ് അവിടെ വിളിക്കാം. കൊടുക്കുണ്ടോ? പൈസ ക്ലീറ്റസ് മത്തായി, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇത് വന്നാ ഇവിടെ ഒരു സൈൻ ചെയ്യാം. തങ്കം അതാണ്ട ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. പൈസ കൂടെ എടുത്തോണ്ട് കൊടുക്കും. നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ ആയിരിക്കും. അതെ. എത്രയായിരുന്നു? 3000. ആ 50 ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. 3050 ഉണ്ട്. 50 രൂപ ചായ കുടിച്ചോ. എന്തുവാ ക്ലീറ്റോ ചേട്ടാ ഓർഡർ ചെയ്തത്? ഒന്നുമില്ല, നിന്റെ കുഞ്ഞമ്മയുടെ പരവാസ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ സാരി.
ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഭാര്യയുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാൻ അറിയാം. അല്ല പിന്നെ അതൊക്കെ ആര് ഓർഡർ ചെയ്താലും കൊണ്ടുതരും അവര്. ആ. നിങ്ങൾ ഓർഡർ ചെയ്താലേ മാത്രമേ കൊണ്ടുവരുള്ളൂ. നല്ല രസമുണ്ടല്ലോ ഏട്ടാ, നല്ല കളർ. നല്ല കളർ കേട്ടോ, അടിപൊളി. കൊള്ളാം, സൂപ്പർ കളർ. നീല മുന്താണി. ഇത് രണ്ടും ഒന്നല്ലേ? ഇത് രണ്ടും ഒരേപോലത്തെ സാരിയാണല്ലോ. ശരിയാണല്ലോ, അതിനകത്ത് നീല കളർ തന്നെ. ഇതുപോലത്തെ നീലാണ് അതിനകത്ത്. അവിടെ നീല ഇത് ഞാൻ ഓർഡർ ചെയ്തത് തന്നെ ചെയ്യുള്ളൂ. അതിന് ഞാനല്ലേ ആദ്യം ഓർഡർ ചെയ്തത്. അല്ല, നീ എത്ര രൂപ എടുത്ത് വെച്ച്? 1000 രൂപയ്ക്ക്. 1000 രൂപ. നിനക്കോ? എത്ര രൂപ? 1000 രൂപയാണ് ഇപ്പോൾ കൊടുത്തത്. ഇത് 3000 രൂപ എണ്ണി കൊടുത്തത് കണ്ടില്ല അളിയാ നീ? വേറെ സാരി ഉണ്ടോ അതിനകത്ത്? ഈ ഒരു സാരി ഉള്ളു ഇതിന്. അതെന്തോന്നു പിന്നെ അങ്ങനെ വന്നത്? അതെങ്ങനെ അങ്ങനെ വന്നത്? അതെ ഏട്ടാ, ഇത് ന്യൂ ഇയർ ഓഫർ ആയിരുന്നു. ശരിക്കും ഇതിന്റെ വില 3000 രൂപയാ. പക്ഷെ അന്ന് ഓഫർ ഉണ്ടായിരുന്നു 1000 രൂപയ്ക്ക്. അത് ഓഫർ മാറിയപ്പോ മാറി കാണും ഏട്ടാ. എടി, എന്നാ പിന്നെ ഒരെണ്ണം അവ കൂടി ഓർഡർ ചെയ്തായിരുന്നു നിനക്കത്. അത് പിന്നെ അതെങ്ങനെയാ? എടാ, ഇവളോട് ഞാൻ പറഞ്ഞതാടാ എനിക്കും കൂടി ഒരു സാരി ഓർഡർ ചെയ്ത് തരാൻ. അപ്പൊ അവള് പറയണ എന്റെ ഏട്ടന്റെ പൈസ അല്ലേ എപ്പോഴും ചെലവാക്കുന്നത്, ഇതെങ്കിലും ക്ലീറ്റോ ചേട്ടനോട് മേടിച്ചു തരാൻ പറയാൻ. അത് ഏട്ടന്റെ പൈസ പോണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എന്റെ അവളുടെ പൈസ വേണോ നീയാണോ തീരുമാനിക്കുന്നത്? നിർത്തടി. ഇപ്പൊ ആങ്ങളെ മക്കളെ കാശൊന്നും പോയില്ലല്ലോ. പോയത് ഈ പാവപ്പെട്ടവന്റെ കാശല്ലേ. കണ്ടവരെന്ന് എരന്ന് കടം മേടിച്ച പൈസയാണ്. പെണ്ണുങ്ങളായാലേ ഒന്നിലാണുങ്ങൾ പറയണത് കേൾക്കണം. എങ്ങനാ കേട്ടുപോയാൽ അവളുടെ മാനം പോകൂലേ? അഹങ്കാരി. ഞാൻ നല്ലപോലെ പറഞ്ഞളിയാ, ഇവിടെ കടകളിൽ ഇതിനേക്കാളും നല്ല സാരി കിട്ടും വില കുറച്ച്. അപ്പൊ കേൾക്കൂല. പിന്നെ ഒരിടത്ത് ഉടുത്ത സാരി വേറെ ഉടുക്കൂല. ഇഷ്ടംപോലെ സാരി അലമാരിയിൽ ഇരിപ്പുണ്ട്. അത് അവൾക്ക് നാണക്കേടാണ് പോലും. പിന്നെ ഒരു ഹെയർ സ്റ്റൈല് അതിൽ വേറെടുത്ത് പോകൂല. നമ്മളാണുങ്ങളുണ്ടല്ലോ നിൽക്കണ വേഷത്തിൽ ഇനിയിപ്പോൾ 10 കല്യാണം 16 കല്യാണം 16 അടിയന്തരം എന്തിനും പോകും. അതിന് കൂടെ കൊണ്ടുപോയ ഇവളുമാർക്ക് നാണക്കേടുമില്ല. പൈസക്ക് വില കൽപ്പിക്കാത്ത നിന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ എന്റെ 3000 രൂപ എന്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചോളണം. അത് മിഷൻ ചവിട്ടിയിട്ടായിട്ടും നീ എന്ത് ചവിട്ടിയിട്ടായാലും പറഞ്ഞോട്ടാണി അഹങ്കാരി. ഏട്ടാ, നമുക്ക് ഈ സാരി ഒന്ന് മാറ്റിയെടുത്താലോ? അല്ല, ഒരേപോലത്തെ സാരി ഉടുത്തോണ്ട് എങ്ങനെ പോവും? എവിടെ? കുഞ്ഞമ്മയുടെ പെരവാസ്തോലിക്ക്. നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞമ്മയില്ല, പുരവാസ്തോലിയില്ല. മനസ്സിലായല്ലോ? 2 എണ്ണം അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളാം. അറിയാലോ? Alien versus Alien.